കോൺഗ്രസിലെ സൗമ്യമുഖമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സമുന്നത കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും മുൻ KPCC അധ്യക്ഷനുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ട്. കൊയിലാണ്ടിയിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഹൈക്കമാൻഡ് ഒരു സർവേ നടത്തിയിരുന്നു. ആ സർവേ പ്രകാരമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തുന്നതെന്നാണ് വിവരം. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃപാടവവും മികച്ച പ്രവർത്തനവുമാണ് മുതിർന്ന നേതാവിനെ വീണ്ടും കളത്തിലിറക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കാൻ കാരണം. 7 തവണ പാർലമെന്റ് അംഗമായ അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും സീനിയറായ രണ്ടാമത്തെ പാർലമെന്റ് അംഗം കൂടിയായിരുന്നു. കേന്ദ്രമന്ത്രിയായിരിക്കെ നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു. അതിലൂടെ അദ്ദേഹം ഹൈക്കമാൻഡിനും ഏറെ പ്രിയപ്പെട്ടവനാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണെന്നാണ് ഹൈക്കമാൻഡ് നടത്തിയ പഠനങ്ങളിൽ പറയുന്നത്. വിജയസാധ്യത മാനദണ്ഡമാക്കിയുള്ള പഠനമായിരുന്നു നടത്തിയത്. ഓരോ മണ്ഡലങ്ങളിലുമുള്ള നിലവിലെ MLAമാരെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും പഠനങ്ങൾ നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊയിലാണ്ടിയിൽ ഹൈക്കമാൻഡിന് മുന്നിൽ വന്ന ഏക പേര് മുല്ലപ്പള്ളിയുടേതായിരുന്നു. തലസ്ഥാനത്തു നിന്നും മനസ്സും അടുത്ത് വേദനയോടെ മലബാറിലേക്ക് വണ്ടി കയറിയ മുല്ലപ്പള്ളി ഒരു ദിവസം പോലും വെറുതെ ഇരുന്നില്ല. നാട്ടിലെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്നു. പാർട്ടിക്കകത്തു നിന്ന് വരെ തിക്താനുഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടും കോൺഗ്രസിൻ്റെ താൽപ്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ച നേതാവും മുല്ലപ്പള്ളിയായിരുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മുല്ലപ്പള്ളിയിലുള്ള വ്യക്തിപരമായ വിശ്വാസമാണ് അദ്ദേഹത്തെ വീണ്ടും മത്സരരംഗത്തിറക്കാൻ ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചത്. ന്യൂഡൽഹിയിൽ നിന്നും ഹൈക്കമാൻഡിൻ്റെ താൽപ്പര്യപ്രകാരമാണ് അദ്ദേഹത്തെ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ നിയോഗിച്ചത്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ അത്ര തൃപ്തികരമായിരുന്നില്ല മുല്ലപ്പള്ളിക്ക്. KPCC അധ്യക്ഷനായി നിയമിതനായ മുല്ലപ്പള്ളി കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കരുത്തുറ്റ പ്രവർത്തനമാണ് നടത്തിയത്. അതിൻ്റെ ഫലമായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ വിജയസാധ്യത മാത്രം മുൻനിർത്തിയായിരുന്നു മുല്ലപ്പള്ളി മുന്നോട്ട് പോയത്. UDFലെ ഘടകകക്ഷികളെ എല്ലാം ചേർത്ത് നിർത്തിയായിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ മുല്ലപ്പള്ളി നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിൽ 2020 എന്ന ലക്ഷ്യമിട്ട് മുന്നോട്ട് പോയ UDFന് ഒരു സീറ്റ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. അരൂരിലായിരുന്നു കോൺഗ്രസിന് കാലിടറിയത്. ഗ്രൂപ്പ് പോരുകൾക്ക് പേരുകെട്ട കേരളത്തിലെ കോൺഗ്രസിനെ അതിൽ നിന്ന് മുക്തനാക്കുക എന്നതായിരുന്നു മുല്ലപ്പള്ളിയുടെ മറ്റൊരു ലക്ഷ്യം. എന്നാൽ പാർട്ടിക്കുള്ളിലെ സംഘടിത ശക്തികൾ മുല്ലപ്പള്ളിയെ പിന്നിൽ നിന്ന് കുത്തി ഒറ്റപ്പെടുത്തി നാടുകടത്തി. എന്നിട്ടും തളരാതെ മലബാർ മേഖലയിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തി. പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കൾ മുതൽ യുവതലമുറയിലെ നേതാക്കൾ വരെ മുല്ലപ്പള്ളിക്കെതിരെ രംഗത്തു വന്നപ്പോഴും സൗമ്യമായ പുഞ്ചിരി മാത്രമായിരുന്നു ആ മുഖത്തുണ്ടായിരുന്നത്. VM സുധീരൻ KPCC അധ്യക്ഷ പദവി രാജിവെച്ചൊഴിഞ്ഞതിനെ തുടർന്ന് ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന MM ഹസന് പകരക്കാരനായി എത്തിയത് മുല്ലപ്പള്ളിയായിരുന്നു. തൻ്റെ രാഷ്ട്രീയാനുഭവം കൊണ്ട് പാർട്ടിയെ ഒരു കേഡർ സ്വഭാവത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശക്തമായി പ്രവർത്തിച്ചു. അതിനുദാഹരണമാണ് 2018 നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പ്. അതിൽ മുല്ലപ്പള്ളി വഹിച്ച പങ്ക് ഹൈക്കമാൻഡിനെ പോലും ഞെട്ടിച്ചു. ഇതോടെ അദ്ദേഹത്തിന് KPCC അധ്യക്ഷൻ്റെ പൂർണ്ണ ചുമതലയും നൽകി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിൽ മുല്ലപ്പള്ളിക്ക് പാർട്ടിക്കകത്ത് കടുത്ത പ്രതിരോധമാണ് പ്രമുഖ നേതാക്കൾ തീർത്തത്. അതൊന്നും വകവയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃപാടവം അനുവദിച്ചില്ല. ഒരു നേതാവിന് പലവിധ ചുമതലകളായിരുന്നു പാർട്ടിക്കകത്തുണ്ടായിരുന്നത്. അതിനെ മുല്ലപ്പള്ളി എതിർത്തിരുന്നു. ഒരാൾക്ക് ഒരു പദവി എന്ന തത്വം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. അപ്പോഴും പദവികൾ അലങ്കാരമായി കൊണ്ടു നടന്നിരുന്ന ഒരു വിഭാഗം മുല്ലപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നു. അതിലൊന്നും മുല്ലപ്പള്ളിയെ തളർത്താൻ അവർക്കായില്ല. ഇതോടെ ഗ്രൂപ്പ് നേതാക്കളെല്ലാം ഒന്നിച്ചു KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മുല്ലപ്പള്ളിയെ തെറിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് എതിർ സംഘങ്ങളെത്തി. ഇതിനായി ഹൈക്കമാൻഡിലടക്കം കടുത്ത സമ്മർദ്ദം ചെലുത്തി. ഇതെല്ലാം മുല്ലപ്പള്ളി അറിയുന്നുണ്ടായിരുന്നു. ആരൊക്കെ എവിടെ ഇരുന്ന് തനിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് കൃത്യമായും മുല്ലപ്പള്ളി മനസ്സിലാക്കി. എന്നിട്ടും അതൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ മുല്ലപ്പള്ളി മുന്നോട്ട് പോയി. എന്നാൽ സംസ്ഥാനത്തെ പ്രമുഖ ഗ്രൂപ്പ് നേതാക്കളെല്ലാം ചേർന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ മുല്ലപ്പള്ളിക്കെതിരെ സമ്മർദ്ദം ശക്തമാക്കി. അത് കണ്ടില്ലെന്ന് വയ്ക്കാൻ ഹൈക്കമാൻഡിനും സാധിച്ചില്ല. പ്രതിരോധം ശക്തമായപ്പോൾ ഹൈക്കമാൻഡിനും ഗ്രൂപ്പ് നേതാക്കളുടെ തീരുമാനത്തിനൊപ്പം നിൽക്കാനേ സാധിച്ചുള്ളൂ. ഒടുവിൽ സുധാകരൻ MPയെ KPCC അധ്യക്ഷനായി നിയമിച്ചു. അതിലും മുല്ലപ്പള്ളി പതറിയില്ല. കൂടെ നിന്നവർ തന്നെ ഒറ്റുകൊടുത്തു എന്നറിഞ്ഞിട്ടും അവരിൽ ഒരാളെപ്പോലും തള്ളിപ്പറയാനോ അകറ്റി നിർത്താനോ അദ്ദേഹം തയ്യാറായില്ല. പകരം അവരോടെല്ലാം ചിരിച്ച മുഖത്തോടെ കൈകൊടുത്താണ് മുല്ലപ്പള്ളി തലസ്ഥാനത്തു നിന്നും മലബാറിലേക്ക് വണ്ടി കയറിയത്. മുല്ലപ്പള്ളി ഇനി ഒരിക്കലും കോൺഗ്രസിൽ സജീവമായി രംഗത്തുണ്ടാവില്ലെന്നായിരുന്നു ആ തിരിച്ചുപോക്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്തത്. ജീവനെപ്പോലെ സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തിൽ ഏതറ്റം വരെയും പോകുന്നവരാണ് പലരുമെന്ന് മനസ്സിലാക്കിയ മുല്ലപ്പള്ളി തൻ്റെ തട്ടകം മലബാർ കേന്ദ്രീകരിച്ചു.
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത മാത്രമാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച മാനദണ്ഡം. അതിനുവേണ്ടി ഹൈക്കമാൻഡ് നേരിട്ട് ഒരു തെരഞ്ഞെടുപ്പ് സർവേ നടത്തുകയും ചെയ്തു. അക്കൂട്ടത്തിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ മുല്ലപ്പള്ളിയാണ് ഉചിതമെന്ന് കണ്ടെത്തിയിരുന്നു. നേരത്തെ നാദാപുരത്ത് മുല്ലപ്പള്ളിയെ പരിഗണിക്കാൻ സംസ്ഥാന നേതാക്കൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ മുല്ലപ്പള്ളിയുടെ പ്രവർത്തന മികവും ജനങ്ങൾക്കിടയിലെ സ്വീകാര്യതയും മുൻനിർത്തി കൊയിലാണ്ടിയിൽ മുല്ലപ്പള്ളി മത്സരിച്ചാൽ ആ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന വിലയിരുത്തലിൽ ഹൈക്കമാൻഡ് എത്തുകയായിരുന്നു. ഹൈക്കമാൻഡിന് കൈമാറിയ പ്രാഥമിക പട്ടികയിൽ മണ്ഡലങ്ങളിൽ നിന്നും ഒന്നിലധികം പേരുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ കൊയിലാണ്ടിയിൽ മുല്ലപ്പള്ളിയുടെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുല്ലപ്പള്ളിയുടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇതിന് കാരണമെന്ന് ഇതിലൂടെ വ്യക്തമാണ്.